ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ 100 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ വീഡിയോ മേക്കിംഗ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നിസീബ. ഞാൻ മണി മാനിഫെസ്റ്റർ കോച്ചാണ്, അതുപോലെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ചുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചലഞ്ച് കാണുന്നതെങ്കിൽ ഡേ 1 ഡേ 2 ചലഞ്ചിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ദിവസത്തെ ചലഞ്ചുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ചലഞ്ച് നമ്മുടെ ഈ ഒരു ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരുന്നുണ്ട്. ഈ ഒരു ചലഞ്ചിന് ഒരു പ്രോമിസ് തരുന്നതാണ് 100 ഡേയ്സ് കഴിയുമ്പോൾ കോൺഫിഡൻസോട് കൂടി വീഡിയോ ചെയ്യാനും നിങ്ങളുടെ നോളജോ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. സോ ഈ ചലഞ്ച് സീരിയസ് ആയിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ എത്ര പേര് ഈ ചലഞ്ച് സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് റെഡിയാണ്? റെഡി ആയിട്ടുള്ളവര് ചാറ്റ് ബോക്സിൽ RD എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. സോ ഓർക്കുക, എല്ലാ ദിവസവും 5 മിനിറ്റ് മാറ്റി വെച്ച് ഈ ഒരു 100 ഡേയ്സിന്റെ ചലഞ്ചിനെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്ത കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് എത്തുന്നത്. ഇനി നമുക്ക് ഡേ 3യിലുള്ള ചലഞ്ചിനെ പറ്റിയിട്ടൊന്ന് നോക്കിയാലോ. നമ്മൾ ഡേ 1ൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ സ്ക്രിപ്റ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്തു. അതുപോലെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ദിവസവും ഈ ഒരു അഫർമേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അഫർമേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ദിവസം എന്നെ കൊണ്ടും ഈ വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു റിയലൈസേഷൻ ആയിരുന്നു സെക്കൻഡ് ഡേയിൽ വന്നത്. സോ ഡേ 3യിൽ എന്താണ്? സോ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. What is next? Okay, next. Thank you. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഡേ 3യിൽ വരുന്നത് ഒരു കമ്മിറ്റ്മെന്റ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്തിനാ ഒരു കമ്മിറ്റ്മെന്റ് വീഡിയോ അല്ലേ? സോ നമ്മൾ മനസ്സിലാക്കില്ല എന്താണ് കമ്മിറ്റ്മെന്റ് വീഡിയോ എന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു തരാം. സത്യം പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ ഫിനിഷ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു ടഫസ്റ്റ് പാർട്ട് എന്ന് തന്നെ പറയാം. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെക്കാളും ഫിനിഷിംഗ് പോയിന്റ് ചെയ്യുന്നത് പലർക്കും ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല. നമുക്ക് അയ്യോ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ള കുറെ റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ ഇപ്പം ഈ ഒരു ചലഞ്ച് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, എന്നാൽ എത്ര പേരാണ് ഫിനിഷ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ക്വിറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിനകത്ത് ഓർക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ഒരു വീഡിയോ ചലഞ്ചിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ കമ്മിറ്റ്മെന്റ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളോട് കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും 100 ഡേയ്സ് നിങ്ങൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവുകയും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് വീഡിയോ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഈ ഒരു കമ്മിറ്റ്മെന്റ് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് 95% ആളുകളും ആൾക്കാർക്കും ജീവിതത്തിൽ റിസൾട്ട് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ ഇതാണ്: എക്സ്ക്യൂസ് ലൂപ്പ്. ഇതെനിക്ക് ഓൾറെഡി അറിയാം, എന്തിനാ ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ എനിക്ക് ടൈം ഇല്ല, ഞാൻ വളരെയധികം ബിസിയാണ് എന്നുള്ള ഡയലോഗ് എല്ലാവരുടെ ലൈഫിലും ഡേ ബൈ ഡേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലേ. സോ ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ വളരെയധികം തിരക്കാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എത്ര പേര് അങ്ങനെ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാൻ ബിസിയാണ്, ഞാൻ ബിസിനസ്സിൽ ബിസിയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ബിസിയാണ്, എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ എത്ര പേര് പറയാറുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. യെസ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ടുള്ള ആൻസർ കിട്ടിക്കാണുമായിരിക്കും. നമ്മളിങ്ങനെ മനസ്സിനകത്ത് ഒരു എക്സ്ക്യൂസ് ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫിൽ നമ്മുടെ നല്ല നല്ല റിസൾട്ട്സിനെ നമ്മൾ ലാഗ് ചെയ്ത് മാറ്റുന്നത്. അപ്പം നമ്മളൊരു ട്രൂത്ത് മനസ്സിലാക്കേണ്ടത്, നോയിങ് ഈസ് നോട്ട് ട്രാൻസ്ഫോർമേഷൻ, ഫിനിഷിങ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഒരു കാര്യം അറിഞ്ഞത് കൊണ്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവില്ല. നമ്മൾ ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത്. അതുകൊണ്ട് ഫിനിഷിംഗ് ലൈൻ എന്ന് പറയുന്ന ഒരു ടഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയി വിചാരിക്കുന്നു എന്താണ് കമ്മിറ്റ്മെന്റ് വീഡിയോ എന്നും എന്തുകൊണ്ട് കമ്മിറ്റ്മെന്റ് വീഡിയോ ചെയ്യണം എന്നുള്ളതിന്റെ ക്ലിയർ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ക്ലിയർ ആൻസേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ലോട്ട് ഓഫ് സീസ് വരുന്നുണ്ട്.
താങ്ക് യു. സോ ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾ 95%-ലാണോ അതോ 5%-ലോട്ടാണോ പോകുന്നത്? എത്ര പേര് 95% ആണ്, എത്ര പേര് 5% ആണ്? 95. വെരി ഗുഡ്, വെരി ഗുഡ്. സോ എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം 95% ആണ് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞത്. എങ്കിൽ ഞാൻ 95% എന്താണെന്നും 5% എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ചലഞ്ച് എനിക്ക് പ്രൂഫ് ആകുമോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് ആകുമോ എന്നൊക്കെ പറയുന്ന ആളുകളാണ് 95%-ലും വരുന്നവർ. അതൊരു ബിസി ലൈഫിൽ ജീവിക്കുന്നു, ബ്ലെയിം ചെയ്യുന്നു, മറ്റുള്ളതിനെ കുറ്റം പറയുന്നു. ഈ ഒരു ക്യാരക്ടറാണ് 95% ആൾക്കാർക്കും ഉള്ളത്. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. നിങ്ങളുടെ ഇപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു 95% എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഓക്കെ, ഇനി നിങ്ങൾ മാറി ചിന്തിക്കുക. ഓക്കെ, അതായത് നമ്മൾ ബ്ലെയിം ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് അല്ലെ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എനിക്ക് സാധിച്ചില്ല എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞ് മാറാനായിട്ട് എളുപ്പമാണ്. അത് ആ പറയുന്ന ആളുകൾ നിൽക്കുന്നത് 95%-ലാണ്. നിങ്ങൾ 95%-നെ മാറ്റിക്കൊണ്ട് 5% എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ 5%-ലുള്ള ആളുകൾ ആക്ഷൻസ് എടുക്കും. അവർക്ക് എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അവരൊരു കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റ് മസ്റ്റ് ആയിട്ടും അവർ ചെയ്തിട്ടേ അന്നത്തെ രാത്രി ഉറങ്ങത്തുള്ളൂ. അതാണ് ഈ 5% ആൾക്കാരുടെ ഒരു വലിയൊരു പ്രത്യേകത. അവർ ഫിനിഷ് ലൈൻ ടച്ച് ചെയ്തിരിക്കും. അവർ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെയാണോ കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ് നമ്മൾ എഴുതി വെക്കുകയും അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യുന്നപ്പോൾ നിങ്ങൾ 95%-നെ മാറ്റിയിട്ട് എല്ലാവരും ടൈപ്പ് ചെയ്യുക. എന്താണ് 5%, അല്ലെങ്കിൽ ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഐ ആം വിത്ത് 5%. ഐ എം വിത്ത് 5% ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ 95%. സോ എല്ലാവരും 5%-ലോട്ട് എത്തിയിട്ടുണ്ട്. ഈ 5%-ൽ വരുന്ന ആളുകളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാം? അവര് അബണ്ടൻസ് ലൈഫിലാണ് ജീവിക്കുന്നത്. ഗുഡ് ഹെൽത്ത് ആണ്, ഗുഡ് റിലേഷൻഷിപ്പ് ആണ്, ഗുഡ് കരിയർ ആണ്, അവർക്ക് ടൈം ഫ്രീഡം ഉണ്ട്, മണി ഫ്രീഡം ഉണ്ട്, സോ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. സോ എല്ലാ ഫ്രീഡവും കിട്ടുന്നത് ഈ 5% ആൾക്കാർക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള കാര്യം മനസ്സിലായി കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രോ കിട്ടിക്കാണും. എന്താണ് കമ്മിറ്റ്മെന്റ് വീഡിയോ, എന്തുകൊണ്ട് കമ്മിറ്റ്മെന്റ് വീഡിയോ ചെയ്യണം, എന്തിനാണ് എന്നുള്ളതിന്റെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ റിയൽ ഗെയിമിലോട്ട് പോവുകയാണ്. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തതിന് ശേഷം ഇന്നത്തെ ഡേറ്റ് എടുക്കുക. ഡേ 3 ചലഞ്ച് എടുക്കുക. നമ്മുടെ ഹെഡിങ് ആയിട്ട് കമ്മിറ്റ്മെന്റ് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ സല്യൂട്ടേഷൻ കൊടുത്തിട്ട് എന്റെ പേര്, ഞാൻ എന്ന സ്ഥലത്ത് നിന്നാണ്, എന്റെ പ്രൊഫഷൻ അത് എഴുതുക. എന്നിട്ട് എഴുതുക, ഇന്ന് ഞാൻ 100 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ വീഡിയോ മേക്കിംഗ് ചലഞ്ചിന്റെ ഡേ 3 സ്ക്രിപ്റ്റ് എഴുതുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതുന്നതുകൊണ്ട് നല്ലതായിരിക്കും. നിങ്ങൾ എഴുതി പോവുക. അതായത് നിങ്ങളുടെ ഓൺലൈൻ, ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു പോവാം, നിങ്ങൾക്ക് അത് പിന്നീട് നിങ്ങളുടെ ഓൺ ആയിട്ട് എഴുതാം. അതായത് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എടുത്ത ഈ ഡിസിഷന് ആദ്യം തന്നെ എനിക്ക് അപ്രീസിയേഷൻ നൽകുന്നു. കാരണം നമ്മൾ ഇതൊന്നും ഓൾറെഡി എഴുതിയിട്ടുള്ള കാര്യമാണ്. കാരണം സ്റ്റാർട്ട് ചെയ്യാൻ കറേജ് വേണം, കണ്ടിന്യൂ ചെയ്യാൻ കമ്മിറ്റ്മെന്റ് വേണം. ആ ഒരു റെസണേറ്റ് നോക്കി. നിങ്ങൾക്ക് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കറേജ് വേണം. അതെനിക്ക് വേണം എന്നുള്ള കറേജ് വേണം. അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കമ്മിറ്റ്മെന്റ്. ഇവിടെ നോക്കിയ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നു കേട്ടോ. സോ കമ്മിറ്റ്മെന്റ് വേണം. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാല് ഡേ 1 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വീഡിയോ പവർഫുൾ ആണെന്നും വീഡിയോ സ്കില്ല് വഴിയിട്ട് നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നും. ആദ്യമൊക്കെ നിങ്ങൾക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ പേടി ഉണ്ടായിരുന്നെങ്കിലും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പേടിയുണ്ടായിരുന്നു, അതൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നാൽ അതൊരു ആക്ഷനായിട്ട് എടുത്തപ്പോൾ ഫിയർ സ്ലോലി പവറായി മാറി. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫിയർ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇപ്പം പവറായിട്ട് മാറിയിട്ടുണ്ട്. സോ എത്ര പേർക്ക് നിങ്ങൾക്ക് ആ ഒരു ഫിയർ പവറായിട്ട് മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, പവർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.
സോ ഇനി നമ്മൾ റിയൽ ഗെയിമിലോട്ട് വരികയാണ്. സോ ഇത് ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ, കാരണം വെച്ചാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പറയുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് എഴുതുക. നിങ്ങൾ എല്ലാം ഒന്നും എഴുതിയില്ലെങ്കിൽ ഒരു 2-3 സെന്റൻസ് തന്നെ എഴുതാനായിട്ട് നോക്കുക. സോ ഇനി പറയുന്ന കാര്യം മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. അതായത് ഇന്ന് നിങ്ങൾ ഡേ 3 ഒരു കമ്മിറ്റ്മെന്റ് ഓത്ത് എടുക്കാൻ പോവുകയാണ്. സോ ഓത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ പ്ലെഡ്ജ് എടുക്കുന്നതാണ് ഓത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഓത്ത് ഇതാണ്: എക്സ്ക്യൂസ് വന്നാലും, എഴുതിക്കോളൂ, എക്സ്ക്യൂസ് വന്നാലും, മൂഡില്ലെങ്കിലും, ബിസി ആയാലും, എക്സ്ക്യൂസ് വന്നാലും, മൂഡില്ലെങ്കിലും, ബിസി ആയാലും, ഞാൻ ഈ 100 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ വീഡിയോ മേക്കിംഗ് ചലഞ്ച് ഫിനിഷ് ചെയ്യുന്നവരിൽ ഒരാളാകുന്നു. ചെയ്യുന്നവരിൽ ഒരാളാണ്. അതെ കേട്ടോ. 100 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ വീഡിയോ മേക്കിംഗ് ചലഞ്ച് ഫിനിഷ് ചെയ്യുന്നവരിൽ ഒരാളാണ്. അതിനുശേഷം എഴുതുക: ഞാൻ സ്റ്റാർട്ടർ അല്ല, ഞാൻ ഫിനിഷർ ആണ്. ഞാൻ 95%ലേക്കല്ല, 5%ലേക്കാണ് പോകുന്നത്. ഞാൻ സ്റ്റാർട്ടർ അല്ല, ഞാൻ ഫിനിഷർ ആണ്. ഞാൻ 95%ലേക്കാണ് പോകുന്നത്. ഞാൻ 95%ലല്ല, 5%ലാണ് പോകുന്നത്. ഐ കമ്മിറ്റ് ടു ഫിനിഷ്. ഐ കമ്മിറ്റ് ടു വിൻ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കോൺഫിഡൻസ് ആണ് തോന്നുന്നത്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. കോൺഫിഡൻസ് കൂടിയോ ഇല്ലയോ? യെസ്. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഐ എം വിത്ത് 5%. ഐ എം എൻ്ററിങ് 5%. അല്ലേ? നിങ്ങൾ 5%ലോട്ട് പോകാനായിട്ട് ഇപ്പൊ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരോട്, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചവരോട്, നിങ്ങളെ ഗിവപ്പ് ചെയ്യാനായിട്ട് അനുവദിച്ചവർക്കൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയാം. എന്നിട്ട് പറയാം: ഇതെന്റെ പ്രോമിസ് ആണ്, ഇതെന്റെ കമ്മിറ്റ്മെന്റ് ആണ്, ഇതെന്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ്. ഇത്രയും നിങ്ങൾ ഇന്ന് മസ്റ്റായിട്ടും എന്ത് ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. സോ എഴുതുക: ഡേ 3 വീഡിയോ സ്ക്രിപ്റ്റിംഗ് ഫിനിഷ്ഡ്, അല്ലെങ്കിൽ ഡൺ എന്ന് എഴുതുക. വീഡിയോ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് അഫർമേഷൻസ് എഴുതാം. ഡേ 1 അഫർമേഷൻ തന്നിട്ടുണ്ട്: എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കൂടുന്നുണ്ട്, വീഡിയോ മേക്കിംഗ് വഴിയിട്ട് എൻ്റെ ഇൻകം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അഫർമേഷൻസ് എഴുതാം. 3 പ്രാവശ്യം വീഡിയോ ഷൂട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നിങ്ങളുടെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ആ ഒരു മൈൻഡ്ഫുള്ളോട് കൂടി നിങ്ങൾ ആ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ എടുക്കുക, ക്യാമറ ഓൺ ചെയ്യുക, ലെൻസ് നോക്കിക്കൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ആക്ടിംഗ് ഒന്നും വേണ്ട, ഒരു പെർഫെക്ഷനും വേണ്ട. നിങ്ങൾ സത്യസന്ധമായിട്ട് കമ്മിറ്റ്മെന്റ് ചെയ്ത് പവറോട് കൂടി നിങ്ങൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക. വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് എഴുതുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വാചകം കൂടി ചേർക്കുക: ഈ ചലഞ്ച് ഞാൻ ഫിനിഷ് ചെയ്തു, അല്ലെങ്കിൽ ചെയ്യുന്നു. ഫിനിഷ് ചെയ്തു എന്ന് എഴുതുക. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കോമൺ ആണ്, എന്നാൽ ഫിനിഷ് ചെയ്യുന്നത് റെയർ ആണ്. ഐ ചൂസ് ടു ബി റെയർ. നിങ്ങൾ എപ്പോഴും റെയർ എന്ന് പറയുന്ന ആ ഒരു ബാസ്ക്കറ്റിലോട്ട് എത്താനായിട്ട് നോക്കുക. അവിടെയാണ് ഈ 5% ആൾക്കാർ എത്തുന്നത്. റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് 5%ലോട്ട് എത്തുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ 5%ലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. സോ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഡേ 3 നിങ്ങൾ വീഡിയോ ചെയ്യുക, സ്ക്രിപ്റ്റ് എഴുതുക, ഷൂട്ടിംഗ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക.
യൂട്യൂബ് വഴിയായിട്ടാണെങ്കിൽ യൂട്യൂബിൽ ഡേ 3 ഡൺ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോ ഫാമിലിക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഒരു 3 പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ജേർണി അല്ലെങ്കിൽ നമ്മുടെ മണി മാനിഫെസ്റ്റേഷന്റെ മാസ്റ്റർ ക്ലാസ് നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി 8 മണിക്ക് ഫ്രീ സെഷൻസ്, ഫ്രീ വെബിനാർസ് വരാറുണ്ട്. സോ ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ സി യു ഓൺ ഡേ 4. Until then, commit, continue, complete. Take care. Bye. Thank you.